ചോപ്പിംഗ് ബോർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് നോട്ട് ഡൗൺ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 6 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള, 2 ടേബിൾ സ്പൂൺ ചീസ്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നാരങ്ങയുടെ നീര്, ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, മല്ലിയില അരിഞ്ഞത്, 1/2 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബ്രെഡിൻ്റെ മിക്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ ബ്രെഡ് വെച്ച് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.